ഹലോ ഫ്രണ്ട്സ്, പലതരം പായസം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇത്തിരി വെറൈറ്റി കേട്ടോ. വെറൈറ്റി ഇത് മാത്രമല്ല, കുടിക്കാൻ രുചിയും അതിലേറെ ഗുണങ്ങളുമുള്ള ഒരു വെറൈറ്റി ക്യാരറ്റ് പായസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ ആ പാത്രം ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഏത് പായസത്തിൻ്റെയും മെയിൻ താരമാട്ടോ, ഇതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഒരു സുന്ദരക്കുട്ടനായിട്ട് ഫ്രൈ ഒക്കെ ചെയ്ത് മാറ്റി വയ്ക്കുക. ശേഷം അതേ നെയ്യിലോട്ട് നമ്മുടെ മെയിൻ താരമായ ക്യാരറ്റ് അവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ നെയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ അങ്ങ് ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ട് അതിൻ്റെ ആ വെള്ളമയം പോകുന്നിടം വരെ ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാത്രത്തിൽ 1 കപ്പ് പാലും നമ്മുടെ ചവ്വരി വേണം കേട്ടോ. ചവ്വരി ഞാനിത് കുതിർത്ത് വെച്ചിരുന്നതാണ് കുറച്ച് മുമ്പ്, ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ ചവ്വരിയും കൂടെ ആ പാലിലോട്ട് ഒഴിച്ച് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചവ്വരി ആ പാലിൽ കിടന്ന് വെന്ത് കുറുകി വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചവ്വരിയൊക്കെ നല്ല വെന്ത് കുറുകി ആ പാലിന് ഇത്തിരി തിക്നെസ്സൊക്കെ ആയിട്ടുണ്ടേ. ഇനി നമ്മുടെ പച്ചക്കറികളുടെ രാജാവായ വിറ്റാമിൻ്റെ കലവറയുമായ നമ്മുടെ ക്യാരറ്റ് കുട്ടൻ നല്ല സുന്ദരനായിട്ട് നെയ്ക്കകത്തൊക്കെ കുളിച്ചിരിക്കുക. അപ്പം നമ്മുടെ ക്യാരറ്റിനെ ഇതിലോട്ട് ഈ തിളച്ച് വരുന്ന പാലിലോട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ പാലും ചവ്വരിയും എല്ലാം കൂടി ക്യാരറ്റുമായിട്ട് മിക്സായി നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ചെറിയ തീയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഞാൻ 1 കപ്പ് പഞ്ചസാര കേട്ടോ ഇതിൽ ചേർത്തത്. എന്നിട്ട് ഏലക്കയുടെ അകത്തെ കുരു മാത്രം എടുത്തിട്ടുള്ള, ഏലക്കയുടെ തോടൊന്നും ഇടാൻ പാടില്ല. അതിനകത്ത് കുറേ കെമിക്കൽസ് അവർ കൃഷി ചെയ്യുന്ന സമയത്ത് ഏലക്കയ്ക്കകത്ത് ഈ മരുന്നടിക്കും. അപ്പോൾ ആ മരുന്നൊക്കെ ആ തോടിൽ പറ്റും. അപ്പോൾ നമ്മൾ ആ തോട് കളഞ്ഞിട്ട് ആ കുരു മാത്രം എടുത്താൽ മതിയേ. അപ്പോൾ ആ കുരുവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ പാലും പറ്റി കുറച്ച് തിക്കായിട്ട് വരും. അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് കുറുക്കിയെടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്ത്, സോറി കേട്ടോ, ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണേ. അന്നേരം അതും കൂടെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരുന്നില്ലേ, അപ്പോൾ അതും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മേളിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് തീ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം. അപ്പോഴത്തേക്ക് ഇതങ്ങ് തണുക്കും. തണുത്തിട്ട് ഈ സംഭവം നിങ്ങളൊന്ന് എടുത്ത് കുടിച്ച് നോക്കണം. അപ്പോൾ അറിയാം ഇതിൻ്റെ ഗുണവും ടേസ്റ്റും. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്താൽ വീണ്ടും കുടിക്കണമെന്ന് തോന്നും, അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതല്ലേ, ക്യാരറ്റല്ലേ കൂടുതലുള്ളത്, അതുപോലെ ചവ്വരി വയറിന് നല്ല തണുപ്പൊക്കെയുള്ള സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.